അവസാനം കരച്ചിൽ വന്നുപോയി. നമുക്കിപ്പോൾ കസിൻസും എല്ലാവരും നമ്മൾ പുറത്തൊക്കെ താമസിക്കുന്നുണ്ടല്ലോ, ആ ഒരു സമയത്ത് അവർ അഭിമുഖീകരിക്കേണ്ട പല പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും പിന്നെ ഇവിടെയൊക്കെ നടക്കുന്ന ഓരോ ഫ്ലഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട്. പിന്നെ ഈ ഗൾഫിലെ അതോ പുറത്തൊക്കെ പോയി താമസിക്കുന്നവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും മറ്റുള്ളവരും കൂടെ മനസ്സിലാക്കുക, അവരെ ഒരു രീതിയിൽ അവർ നാട്ടിലെത്തുമ്പോഴൊക്കെ നമ്മൾ അതുപോലെ തന്നെ അവരെ പരിഗണിക്കണം. അങ്ങനെ പല 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 ചെറിയ ചെറിയ കാര്യങ്ങളല്ല, പല പല ചിന്തകളാണ് വന്നത്. ശരിക്കും ഇപ്പോഴാണ് ശരിക്കൊരു വിറയൽ മാറിയത്. നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയാത്തതുകൊണ്ടേ അവസാന നിമിഷം വരെ ഭയങ്കര ഹൃദയടിപ്പോടെയാണ് കണ്ടത്. ഇപ്പോഴും വിറ മാറിയിട്ടില്ല. ഒന്നും പറയാനില്ല. ഔട്ട്സ്റ്റാൻഡിങ് മൂവി. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. എന്തായാലും പ്രവാസി മലയാളികളെ കൂടി കണ്ടിപ്പെട്ടൊരു പടങ്ങളാണ്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായി എടുത്തിട്ടുണ്ട്. ക്യാമറ അസാധ്യമായിട്ടുണ്ട്, ഡയറക്ഷൻ അസാധ്യമായിട്ടുണ്ട്, മ്യൂസിക് നന്നായിട്ടുണ്ട്. സർജാന്, ആരാധ്യ, അനക്ക, സുനിഷേട്ടൻ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മളെ പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, കണ്ടു നോക്കും. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഇപ്പം പടം കണ്ടിറങ്ങിയത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയത്. സിനിമ പ്രത്യേകിച്ച് ഫാമിലീസിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വർക്കാവും. നമ്മൾ എടുത്തിരിക്കുന്ന എഫേർട്ടിനൊക്കെ റിസൾട്ടായിരിക്കും ചെയ്യുന്നത്. നിതീഷ് വരും. എന്താണ് അഭിപ്രായം? എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. ഇത് പെർഫോമൻസ് കണ്ടപ്പോൾ നല്ല ഗംഭീര പെർഫോമൻസ് മാത്രമല്ല നമ്മൾ നല്ലൊരു എഫേർട്ട് ഈ പടത്തിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഡിസേർവ് ചെയ്യുന്നൊരു പടമാണ്. അപ്പം ഒരു സിനിമ കണ്ടിട്ടാവും ഇങ്ങനത്തെ ഒരു സിനിമ തിയേറ്ററിൽ നിർത്തുക എന്നുള്ളതാണ്. വലിയൊരു ക്രൗഡോ ക്രൂവോ കാസർഗോഡ് ഇതിനില്ല. തിയേറ്ററിൽ നിന്ന് തന്നെ കാണുന്ന ഒരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ തിയേറ്ററിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടില്ല. അന്വേഷിച്ച് നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ മേക്കിംഗ്, സൂപ്പർ അല്ല, നമുക്കൊരു 10-37 ദിവസം ഈ സർക്കാരിൻ്റെ കൂടി ബാക്കിയുള്ള ആർട്ടിസ്റ്റിനെ നമുക്ക് കൊണ്ടുവരാനുള്ള ആർട്ടിസ്റ്റ് സ്റ്റാഫുകൊണ്ട് മാത്രം ആ സമയത്ത് ചെയ്യുകയാണ്. എനിവേ അത് നന്നായി നടന്നതിന് ഭയങ്കര സന്തോഷം. എല്ലാവരും സിനിമ കാണാത്തല്ലാരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമയാണ്. എൻ്റെ 6ാമത്തെ സിനിമ. പക്ഷേ ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വലിയൊരു എഫേർട്ട്, ഒരു പുതിയ ടെറൈനിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. മാൻകോട്ട സ്ഥലത്ത് പെർമിഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ വേറെയുള്ള പ്രശ്നങ്ങളും അതല്ലാത്ത ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു പ്രീമിയർ ഷോയിൽ ഇറങ്ങി വനത്തിൽ നടന്ന ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ഇതായിട്ട് പറയാൻ കാരണം ഇന്നലെ JCCയിൽ ഇറങ്ങിയ സമയത്ത് അവിടെ ഭയങ്കരമായിട്ടുള്ള ആക്സെപ്റ്റൻസ് കിട്ടിയുണ്ട് ഈ സിനിമ. അത് അവിടുത്തെ ഒരു ടെറൈനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഈ സിനിമ ഇനി തിയേറ്ററിൽ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള തീരുമാനം ഇവിടെ ഇപ്പോൾ കണ്ട ഓഡിയൻസിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്തതാണ്. നമ്മൾ എത്ര കാലം ഒരു 1.5 വർഷത്തിൻ്റെ പുറകിൽ ഇടപെട്ടെന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പോൾ തീർച്ചയായും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ നോക്കുന്നതാണ്. ഇതിൻ്റെ കൂടി നമ്മൾ കംപ്ലീറ്റായിട്ട് ഒന്നാണ് ഷൂട്ട് ചെയ്ത പടം. സിനിമ കണ്ടപ്പോൾ നല്ലൊരു എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. ചെറിയ സിനിമ അല്ല, വലിയ സിനിമ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു 10-37 ദിവസം നമ്മുടെ കൂടെ തന്നെ നിൽക്കാനുള്ള ഒരു ആർട്ടിസ്റ്റ് ഡേറ്റിൻ്റെ ക്ലാഷ് കൊണ്ടാണ് ഞാൻ അഭിനയിച്ചത്. എനിവേ അത് നന്നായി എന്നറിയുന്നതിൽ വലിയ സന്തോഷം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമുക്കൊരു സിനിമ തിയേറ്ററിൽ നിൽക്കേണ്ട ആവശ്യമുള്ളൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഡിസേർവ് ചെയ്യുന്നൊരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാ സപ്പോർട്ടും എൻ്റെ 6ാമത്തെ സിനിമയാണ്. ബാക്കിയുള്ള സിനിമ പോലെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം ഇതിൻ്റെ പുറകിൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ടെറൈനിൽ പോയി ഷൂട്ട് ചെയ്തു. അതിൻ്റെ പെർമിഷൻ്റെ കാര്യം, അതിൻ്റെ വേണ്ടത്തെ കാര്യം, അതല്ലാണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്ര എഫേർട്ടിനോണ്ട് മാത്രമല്ല അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഈ സിനിമ നിങ്ങൾ വാച്ച് ചെയ്യുന്നതിന് മനസ്സിലാവും. ഇതിൻ്റെ പുറകിലൊരു അത്ര വലിയൊരു കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാണുന്നതല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതുകൊണ്ട്, കണ്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. ഇത് തിയേറ്ററിൽ നിൽക്കേണ്ട ആവശ്യം, ഇതൊരു OTT പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ള സിനിമയല്ല. അപ്പോൾ നിങ്ങളെ ഒരു മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിയേറ്ററിൽ കുറച്ച് ദിവസം കൊണ്ടുപോകാൻ. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പ്ലീസ്.